നെന്മാറ ജനമൈത്രി പോലീസിന്റെയും നെന്മാറ NSS കോളേജ് വുമൻസ് സെല്ലിന്റെയും നവയുഗ കോളേജ് യൂണിയന്റെയും നേതൃത്വത്തിൽ നെന്മാറ NSS കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് വനിതാ സ്വയം പ്രതിരോധ പരിശീലനം നൽകി. പാലക്കാട് ജനമൈത്രി കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ASI V ആറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. 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 അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിഫൻസ് ആണ്, സ്വയം പ്രതിരോധ പരിശീലനം. ഈ സ്വയം പ്രതിരോധ പരിശീലനത്തിൽ നമ്മൾ എന്ത് ആവണമെങ്കിലും നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാൻ, എന്ത് ഇതായി കഴിഞ്ഞാലും അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രതിരോധിക്കാമെന്നുള്ളൊരു കാലഘട്ടത്തിലേക്കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് സ്ത്രീകൾ സുരക്ഷിതരാണോ അല്ലയോ? എന്താണ് അതിന് കാരണം? ആരാണ് അതിന് കാരണം? സമൂഹമാണോ? നിങ്ങളാണോ? ഈ കോളേജിലെ അന്തരീക്ഷമാണോ? അതോ പുറമെയുള്ള കാര്യങ്ങളാണോ? ഞങ്ങളെല്ലാം പോലീസുകാർ വന്നുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സഹോദരന്മാരും അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതും നിങ്ങളുടെ സഹോദരന്മാർക്ക് കിട്ടുന്ന സാഹചര്യം ഒരുമിച്ചാണോ? ഒരേപോലെയാണോ? തുല്യ പരിഗണനയാണോ തരുന്നത്? ആണോ? അല്ല. NSS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ശാലിനി അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ G അനൂപ്, ASI സരള, ആർട്ട് അഡ്വൈസർ ദീപ്തി, വുമൻസ് സെൽ കോർഡിനേറ്റർമാരായ N മേനോൻ, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ വർഷ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ സെൽഫ് ഡിഫൻസ് ടീം അംഗങ്ങളായ ASIമാരായ സരള, ജമീല, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിന്ദു, സജിത എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പുറകുള്ള കാല് മുന്നിലേക്ക് വെക്കുന്നു. അതോടൊപ്പം കൈ അടിയിലൂടെ ട്വിസ്റ്റ് ചെയ്ത് ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്നു. ഇത്രയും ചെയ്ത അടിയിലൂടെ ട്വിസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ നിൽക്കുന്നവർ ചെയ്തതുപോലെ ബാക്കിൽ നിൽക്കുന്നവരൊന്ന് നോക്കി ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ എല്ലാവരും നിൽക്കുക. നോക്കണം. നിങ്ങൾ സംസാരിക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു പൊസിഷനിൽ നിന്നോ നിൽക്കൂ. UTV ന്യൂസ് പാലക്കാട്.